ശനിയാഴ്ച ബന്ദികളെ വിട്ടില്ലെങ്കിൽ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി. ഗസയെ ഒഴിപ്പിക്കുമെന്ന അമേരിക്കയുടെയും ഭീഷണി തുടരുന്നതിനിടെ മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ്. സൈനിക നടപടിയിലൂടെ ബന്ദിമോചനം സാധ്യമല്ലെന്ന് ഇസ്രായേൽ സൈന്യവും നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. ഗസ അജണ്ടയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പിന്മാറിയേക്കുമെന്നാണ് സൂചന. ഗസ കുടിയിറക്കൽ പദ്ധതി അറബ് ലോകത്തിന് അംഗീകരിക്കാനാകില്ലെന്ന് അറബ് ലീഗ് വ്യക്തമാക്കി. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. MC നാസറുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. അതിനിടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? അനീസ, ഈ ശനിയാഴ്ചയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ദിവസം. കാരണം ഈ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള 6ാമത് ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലുമാണ് ഈ ശനിയാഴ്ച നടക്കേണ്ടത്. അത് തങ്ങൾ തൽക്കാലം മാറ്റിവെച്ചതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കകം വിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ തുറന്ന നരകത്തിലേക്കായിരിക്കും ഗസ വീണ്ടും നീങ്ങുക എന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകി. തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്ന് 3 മണിക്കൂറിലേറെ നീണ്ട ആ യോഗത്തിലാണ് ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഗസയിലെ എല്ലാ ബന്ദികളെയും വിട്ടിട്ടില്ല എങ്കിൽ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് മറികടക്കാനുള്ള ചില ശക്തമായിട്ടുള്ള നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും തുടരുന്നുണ്ട്. അല്പം മുമ്പാണ് ഹമാസിന്റെ സംഘം കെയ്റോയിൽ എത്തിയിരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈജിപ്ത് നേതൃത്വവുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ശനിയാഴ്ച 3 ബന്ദികളെ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തന്നെ ഹമാസ് കൈമാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധി മാറിയേക്കുമെന്ന ഒരു നിർദ്ദേശമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം എല്ലാ ബന്ദികളെയും വിട്ടു കിട്ടണമെന്ന നിലപാട് അമേരിക്കയും ഇസ്രായേലും തുടരുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായിട്ട് അത് നടക്കുന്നൊരു കാര്യമല്ല എന്ന് ഈ ഇരു രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഹമാസിന് മേൽ ചെലുത്താൻ സാധിക്കുമോ അതിനുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള നീക്കം മാത്രമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തുടരുന്നത്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളുടെ ബന്ധുക്കൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും തുടരുന്നത്. കാരണം അവസാന ബന്ദിയെയും തിരികെ ഇസ്രായേലിൽ എത്തിക്കുന്നത് വരെ ഈ വെടിനിർത്തൽ കരാറുമായി തന്നെ മുന്നോട്ട് പോകണം. ഹമാസുമായിട്ടുള്ള ആ കരാറിലൂടെ അല്ലാതെ സൈനിക നടപടിയിലൂടെ തങ്ങളുടെ ഉറ്റവരെ തങ്ങൾക്ക് തിരിച്ചു കിട്ടുകയില്ല. അത് നീണ്ട 15 മാസത്തെ ആക്രമണത്തിലൂടെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ശക്തമായി തന്നെ ഈ വെടിനിർത്തൽ കരാറിന്റെ തുടർഘട്ടങ്ങൾ 2ഉം 3ഉം ഘട്ടങ്ങളുമായിട്ട് സഹകരിക്കണം. നെതന്യാഹു അതിന് തയ്യാറാകണം എന്ന ശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് ബന്ദികളുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും അതോടൊപ്പം തന്നെ ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമനും അല്പം മുമ്പ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഇരു രാജ്യങ്ങളും ഇരു നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഗസയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി തങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ല. കാരണം ഗസയിൽ ഈ ഫലസ്തീൻ ജനത അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പുനർനിർമ്മാണം സാധ്യമാകും. ആ അർത്ഥത്തിലുള്ള പുനർനിർമ്മാണമാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഈ ഫലസ്തീൻ വംശീയ വിഭാഗത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമത്തെ, പദ്ധതിയെ ഒരു നിലയ്ക്കും തങ്ങൾ അംഗീകരിക്കുകയില്ല. അറബ് ലോകവും അതേ നിലപാട് തന്നെയാണ് കൈക്കൊണ്ടത് എന്ന് ഈജിപ്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജോർദാനിലെ അബ്ദുല്ല രാജാവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാടിനെ ഹമാസും ഫലസ്തീൻ സംഘടനകളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതേ നിലപാടുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി, ഒരു പ്രസ്താവന കൂടി അല്പം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന പ്രകോപനപരമായിട്ടുള്ള ഇത്തരം നീക്കങ്ങളൊന്നും തന്നെ തങ്ങളെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല. തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. കാരണം പ്രഖ്യാപിതമായിട്ടുള്ള ഈ ഒരു അധിനിവേശത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അത് എത്ര വില കൊടുക്കേണ്ടി വന്നാലും ആ ചെറുത്തുനിൽപ്പുമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. ഗസയിൽ നിന്ന് ഫലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഒരു നീക്കവും അനുവദിക്കുകയില്ല എന്നുകൂടി ഹമാസിന്റെ ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. അനീസ.